മുൻ പിണറായി സർക്കാരിന്റെ കാലത്ത് പോലീസ് സേനയിലെ സർവശക്തനായവാണ് ADGP MR അജിത് കുമാറിന് വൻ തിരിച്ചടി. കരിയറിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന അജിത് കുമാറിന് DGP റാങ്കിലേക്ക് സ്ഥാനകയറ്റം നൽകേണ്ടതില്ലെന്ന് പുതിയ UDF സർക്കാർ രാഷ്ട്രീയ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡയറക്ടർ നിതിൻ അഗർവാൾ വിരമിക്കുമ്പോൾ ഒഴിവുവരുന്ന സുപ്രധാന DGP പദവിയിലേക്ക് സീനിയോറിറ്റി പ്രകാരം ആദ്യം പരിഗണിക്കേണ്ടിയിരുന്നത് അജിത് കുമാറിനെയായിരുന്നു. എന്നാൽ കേസ് അട്ടിമറി ആരോപണങ്ങളും കടുത്ത ഭരണവിരുദ്ധ പ്രതിച്ഛായയും മുൻനിർത്തി പ്രമോഷൻ ഫയൽ തൽക്കാലം മരവിപ്പിക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകിയതായാണ് സൂചന. മുൻ സർക്കാരിന്റെ കാലത്ത് കറുത്ത വസ്ത്രവും കൊടിയും കാട്ടിയ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ക്രൂരമായി മർദ്ദിച്ച നവകേരള കേസ് അട്ടിമറിക്കാൻ അജിത് കുമാർ നേരിട്ട് ഇടപെട്ടുവെന്ന അതീവ ഗുരുതരമായ വിവരങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കരിയറിന് തന്നെ വലിയ വിലങ്ങുതടിയായി മാറിയിരിക്കുന്നത്. കേസ് ഡയറിയിലടക്കം വെട്ടിത്തിരുത്തലുകൾ നടത്തിയത് അന്നത്തെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിലുണ്ടായിരുന്ന 2 ഗ്രേഡ് SIമാർ കോടതിയിൽ രഹസ്യമൊഴി നൽകിയതോടെ അജിത് കുമാറിന്റെ വഴി പൂർണ്ണമായും അടഞ്ഞു. സ്വന്തം പദവി ദുരുപയോഗം ചെയ്ത് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിന് നിയമവിദഗ്ധരും ഇതിനെതിരെ രംഗത്തുണ്ട്. ഈ സാക്ഷിമൊഴികളുടെ പശ്ചാത്തലത്തിൽ അജിത് കുമാറിനെതിരെ വകുപ്പുതല അന്വേഷണത്തിനോ വിജിലൻസ് അന്വേഷണത്തിനോ സർക്കാർ ഉടൻ ഉത്തരവിടും. സ്ഥാനക്കയറ്റ പട്ടിക തയ്യാറാക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ ഈ പുതിയ അന്വേഷണങ്ങളുടെയും അഴിമതി ആരോപണങ്ങളുടെയും ഫയലുകൾ എത്തിച്ച് അജിത് കുമാറിന്റെ പ്രൊമോഷൻ സ്വാഭാവികമായി തടയാനാണ് ആഭ്യന്തര വകുപ്പ് ലക്ഷ്യമിടുന്നത്. ക്ലീൻ ഇമേജുള്ള ഉദ്യോഗസ്ഥരെ മാത്രം പ്രധാന പദവികളിൽ ഇരുത്തണമെന്ന കടുത്ത നയമാണ് പുതിയ സർക്കാരിന്റേത്. ഭരണമാറ്റമുണ്ടായതോടെ പോലീസ് ആസ്ഥാനത്തെ പഴയ ശക്തി കേന്ദ്രങ്ങളെയെല്ലാം അഴിച്ചുപണിയുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് UDF സർക്കാർ വേഗത്തിൽ അടുക്കുകയാണ്. ഇതിൽ ഒന്നാമത്തെ ലക്ഷ്യമായാണ് മുൻ സർക്കാരിന്റെ വിശ്വസ്തനായിരുന്ന അജിത് കുമാറിനെ മാറ്റിവെക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്നും H വെങ്കിടേഷിനെ മാറ്റി പകരം ദിനേശ് കശ്യപിനെ നിയമിച്ചേക്കുമെന്ന ശക്തമായ സൂചനകളുമുണ്ട്. അജിത് കുമാറിനെ മറികടന്ന് തൊട്ടടുത്ത സീനിയറായ മറ്റൊരാൾക്ക് DGP റാങ്ക് നൽകാൻ സർക്കാർ തുനിഞ്ഞാൽ അത് വലിയ നിയമ പോരാട്ടങ്ങൾക്ക് വഴി തുറക്കുമെങ്കിലും കടുത്ത നിലപാടുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. മുൻ ഭരണകാലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ നടന്ന പോലീസ് അതിക്രമങ്ങളിൽ പലതിനും പിന്നിൽ പ്രവർത്തിച്ചത് അജിത് കുമാറിന്റെ താൽപര്യങ്ങളായിരുന്നു എന്ന് UDF നേതൃത്വം ശക്തമായി വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് DGP പദവി നൽകി ആദരിക്കുന്നത് അണികൾക്കിടയിൽ കടുത്ത പ്രതിഷേധത്തിന് കാരണമാകുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. സ്വന്തം കീഴിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ കോടതിയിൽ ADGPക്കെതിരെ മൊഴി നൽകിയതോടെ പാർട്ടിക്കുള്ളിലോ മുന്നണിക്കുള്ളിലോ അജിത് കുമാറിനെ സംരക്ഷിക്കണമെന്ന വാദവുമായി ആരും രംഗത്തെത്താൻ ധൈര്യപ്പെടുന്നില്ല. അജിത് കുമാറിന്റെ പ്രമോഷൻ നിഷേധിക്കുന്നതിലൂടെ സേനയ്ക്കുള്ളിലെ പുഴുക്കുത്തുകൾക്കും വിവാദ നായകർക്കും ശക്തമായ സന്ദേശം നൽകാനാണ് മുഖ്യമന്ത്രി VD സതീശൻ താൽപര്യപ്പെടുന്നത്. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വന്തം സീനിയോറിറ്റി പോലും തുണയ്ക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ മുൻ സൂപ്പർ DGP.